പ്ലസ് വൺ തേർഡ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ് മക്കളെ. HSCയുടെ തേർഡ് അലോട്ട്മെന്റും VHSCയുടെ തേർഡ് അലോട്ട്മെന്റും അതേപോലെ മെറിറ്റ് കോട്ട അല്ലാണ്ട് സ്പോർട്സ് കോട്ടയിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റും അവസാന അലോട്ട്മെന്റും പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അതേപോലെ സപ്ലിമെന്ററി ഘട്ടത്തിന്റെ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ എന്നാണ് വേക്കൻസി എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് പറയാനുണ്ട്. ആ സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒഴിവുകൾ വേക്കൻസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതും നിങ്ങളെ അറിയിക്കാനുണ്ട്. സോ പെട്ടെന്ന് നമുക്കൊരു തീയതി നോക്കാം. ഏത് തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് നോക്കാം. HSCയിൽ മെറിറ്റ് കോട്ടയിൽ ജൂൺ 29 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ ആയിരിക്കും അഡ്മിഷൻ സമയം. അഡ്മിഷന്റെ ടൈം ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് രാവിലെ 11 മണി മുതലാ. പക്ഷേ VHSCക്കാർക്ക് നാളെ രാവിലെ 10 മണി മുതൽ പ്രവേശനം എടുക്കാം. തേർഡ് അലോട്ട്മെന്റ് കിട്ടിയവർക്ക് HSCക്കാർക്ക് 11 മണി മുതലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. HSCയിൽ ജൂലൈ 3 വരെ ടൈം ഉണ്ട്. ജൂലൈ 3 5 മണി വരെ ടൈം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതിനു മുൻപ് തന്നെ കമ്മ്യൂണിറ്റി കോട്ട വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ജസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്ത കുട്ടികൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് അത് നിങ്ങൾക്ക് കൂടുതൽ നല്ലത് ആ ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് നോക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ അതും കൂടി പരിഗണിച്ചിട്ട് വേണം. നേരത്തെ തന്നെ പോയി അഡ്മിഷൻ എടുക്കരുതെന്നല്ല, നിങ്ങൾ നോക്കുക. കമ്മ്യൂണിറ്റി കോട്ട കൊടുത്തവർ മാത്രമാണ് 3-ന് മുൻപ് അവരുടെ വരാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് പോയിട്ട് അഡ്മിഷൻ എടുത്തേക്കുക. അതിൽ വലിയ ഡിലേ ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട. റെഡി? അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഓർക്കുക. ഇനി ടെമ്പററി ഇല്ല, താൽക്കാലികമില്ല, പെർമനന്റ് മാത്രമേ ഉള്ളൂ. പെർമനന്റ് ആയിട്ട് ഫീസ് അടച്ച് ജോയിൻ ചെയ്യാം. നിലവിൽ താൽക്കാലിക അലോട്ട്മെന്റിൽ തുടരുന്ന കുട്ടികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ മാറ്റമൊന്നും ഇല്ലെന്ന് കരുതുക. നിങ്ങൾ നിലവിൽ പ്രവേശനം എടുത്തിരിക്കുന്ന സ്കൂളിൽ പോയിട്ട് ഫീസ് അടയ്ക്കണം. നിങ്ങൾ താൽക്കാലികത്തിന് ഫീസ് ഒന്നും അടച്ചിട്ടില്ലല്ലോ. അപ്പൊ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം, പെർമനന്റ് അഡ്മിഷൻ നേടുക. ആ ഒരു കാര്യം, ഇത്രയും കാര്യമേ പറയാനുള്ളൂ. അപ്പൊ ഇനി താൽക്കാലിക പ്രവേശനം ഒന്നുമില്ല, സ്ഥിര പ്രവേശനം മാത്രമാണ്. സപ്ലിമെന്ററി ഘട്ടത്തിന്റെ വേക്കൻസി ലിസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ 11-നാണ് കേട്ടോ. നിലവിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അന്നാണ് സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് എത്ര വേക്കൻസി ഉണ്ട്, എത്ര ഒഴിവുണ്ടെന്ന് പ്രസിദ്ധീകരിക്കാൻ. ആ ഒരു ഡേറ്റിനാണ് സാധ്യത, ജൂലൈ 11. പക്ഷെ ജൂലൈ 6-ന് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും സപ്ലിമെന്ററി ഘട്ടം വരാനായിട്ടുള്ള സാധ്യത. ഓക്കെ, റെഡി? അപ്പൊ സപ്ലിമെന്ററി ഘട്ടത്തെ പറ്റി അതാണ് പറയാനുള്ളത്. സപ്ലിമെന്ററി ഘട്ടത്തിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ കഴിഞ്ഞ അലോട്ട്മെന്റിൽ കൊടുക്കാൻ വിട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം ഓപ്ഷനുകൾ നൽകാത്തതിനാലും അലോട്ട്മെന്റിന് പരിഗണിക്കാത്ത അപേക്ഷകർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ അല്ലെങ്കിൽ നിലവിലുള്ള അപേക്ഷകൾ പുതുക്കി സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ട് അഡ്മിഷൻ റിജക്ട് ചെയ്ത കുട്ടികളില്ലേ, അല്ലെങ്കിൽ ഓപ്ഷൻസ് കൂടുതൽ കൊടുക്കാത്തത് കൊണ്ട് ഒരിടത്തും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ കൊടുക്കാവുന്നതാണ്. റെഡി അല്ലേ? അപ്പോൾ തുടർന്നുള്ള അലോട്ട്മെന്റുകളും വേക്കൻസിയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന കണക്കിന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റെഡി? ഓക്കെ. അടുത്തത് ഇനി പറയാനുള്ളത് നിലവിലുള്ള വേക്കൻസി ഒഴിവിനെ പറ്റിയിട്ടാണ്. ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഉള്ള വേക്കൻസിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ മൊത്തം വേക്കൻസി എന്ന് പറയുന്നത് 5922 അത്രയും ഒഴിവുകളാണ്. വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ ഓരോ ജില്ലയിലുമുള്ള വേക്കൻസി ഒഴിവുകൾ പറയാം. അപ്പൊ നിലവിൽ 5922 വേക്കൻസി ഉണ്ട്. എന്നാൽ പോലും ഒരു കാര്യം ശ്രദ്ധിച്ചോ, പുതിയ ബാച്ചുകൾ അനുവദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ സ്പോർട്സ് കോട്ടയിൽ ഒഴിവ് വരുന്ന സീറ്റുകളും കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒഴിവ് വരുന്ന സീറ്റുകളൊക്കെ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ വേക്കൻസിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റും കാര്യങ്ങളും. അതുമായിട്ട് കൺഫ്യൂഷൻ വരണ്ട വെറുതെ ഇത് കേട്ടിട്ട്. അപ്പം നിലവിലുള്ള ഒഴിവുകൾ 5922 ആണെന്ന് ഓർക്കുക. ഇത്രയും ഒഴിവുകളാണ് മൊത്തത്തിൽ കേരളത്തിൽ ഇനി പ്ലസ് വണ്ണിലേക്കുള്ളത്. അത് മൊത്തം സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് വേക്കൻസിയിലേക്ക് പോകുന്നതായിരിക്കും. ഇത് കൂടാതെ അധിക ബാച്ചുകൾ അനുവദിച്ചാൽ ആ ഒരു വേക്കൻസി വരും. അതേപോലെ തന്നെ അധിക ബാച്ചുകൾ കൂടാതെ കമ്മ്യൂണിറ്റി കോട്ടയിലെയും സ്പോർട്സ് കോട്ടയിലെയും ഒക്കെ ഒഴിവ് വരുന്ന സീറ്റുകളും മെറിറ്റ് കോട്ടയിലേക്ക് കൺവേർട്ട് ചെയ്ത് പരിഗണിച്ചിട്ട് സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് എടുക്കും. അപ്പൊ നിലവിൽ എന്തായാലും 5922 സീറ്റുകളാണ് സപ്ലിമെന്ററി ഘട്ടത്തിനായിട്ടുള്ളത്. ആ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. എന്ത് സംശയം ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പറിൽ RK ക്ലാസ്സസ് അല്ലെങ്കിൽ RK നെക്സ്റ്റിന്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.